നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ യുദ്ധക്കപ്പൽ അമേരിക്ക മുക്കിയതിന് പിന്നാലെ സംഘർഷം രൂക്ഷമാകുന്നു. അമേരിക്ക ചെയ്തത് ക്രൂരതയെന്നും അങ്ങേയറ്റം ഖേദിക്കേണ്ടി വരുമെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ടെലവീവിലും ജെറുസലേമിലും ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കി. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയും ആക്രമണം കടുപ്പിക്കുകയാണ്. പശ്ചിമേഷ്യയിലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. യുദ്ധം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ചരിത്ര നേട്ടമാകുമെന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, ഇത് യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നൊരു സാഹചര്യം, അതായത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു അമേരിക്ക, യുദ്ധക്കപ്പൽ മുക്കുന്നു. അതിന് പിന്നാലെ അമേരിക്കയ്ക്കെതിരെ ശക്തമായ താക്കീതുമായി മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? യുദ്ധം ഒരാഴ്ചയിലേക്ക് അടുക്കുമ്പോഴും ഇരുഭാഗത്തും വിട്ടുവീഴ്ചയ്ക്കോ ഒരു സമവായത്തിനുള്ള സാധ്യതയ്ക്കോ വഴി തുറക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായി ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം കടലിലുണ്ടായ ആക്രമണമാണ് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ഇറാന്റെ പടക്കപ്പൽ അത് അമേരിക്ക ആണവ അന്തർവാഹിനിയുടെ സഹായത്തോടെ ആക്രമിച്ച് മുക്കുകയായിരുന്നു. 180ഓളം സെയിലർമാരാണ് അതിൽ ഉണ്ടായിരുന്നത്. 87 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചു. 61 പേരെ കാണാനില്ല. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ പടക്കപ്പൽ ആക്രമിക്കുന്നത്, അതും അന്തർവാഹിനിയിൽ നിന്ന് ഇത്തരത്തിൽ ആക്രമിക്കുന്നത്, ടോർപിഡോ സഹായത്തോടെ ആക്രമിക്കുന്നത് പതിവില്ല. അത്തരത്തിൽ പതിവില്ലാത്തൊരു യുദ്ധതന്ത്രമാണ് ഇത്തവണ US ഇറാനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത് ഇറാനെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അല്പം മുൻപാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ വന്നത്. വാക്കുകൾ എഴുതി വച്ചുകൊള്ളൂ, ഇതിന് അമേരിക്ക അങ്ങേയറ്റം ഖേദിക്കേണ്ടി വരും, ശക്തമായ മറുപടി ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മുന്നറിയിപ്പില്ലാത്ത ഈ ആക്രമണം അങ്ങേയറ്റം നീതികേടാണ് എന്നുകൂടി ഇറാൻ പറഞ്ഞു വയ്ക്കുന്നു. അതായത് നിലവിലെ സംഘർഷ സാധ്യത ഒരു തരത്തിലും അയയാനുള്ള സാഹചര്യം നിലവിലില്ല. വ്യോമാക്രമണത്തിനും വ്യോമ പ്രതിരോധത്തിനുമൊപ്പം യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കടലിലും ആകെ ആശങ്കാജനകമാണ് സാഹചര്യം. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ജലഗതാഗതം, പ്രത്യേകിച്ച് എണ്ണ ടാങ്കറുകളുടെ ഗതാഗതം അടക്കം നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കടലിലെ ഈ യുദ്ധഭീതി വലിയ തോതിൽ ആശങ്കകൾക്ക് വഴിവെക്കുന്നു. അത് ഇന്ത്യക്കും ചൈനയ്ക്കും അതോടൊപ്പം തന്നെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കും വലിയ ഭീഷണികളും ഉയർത്തുന്നു. കാരണം ഈ വഴി എണ്ണക്കടത്തിന് നിർണായകമാണ്. ഇന്ത്യയുടെ പതാക ഉള്ള ഏതാണ്ട് 37 കപ്പലുകൾ ഇപ്പോഴും ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. ഏതാണ്ട് 20,000-ഓളം സെയിലർമാർ, ആകെ വിവിധ രാജ്യങ്ങളിലെ സെയിലർമാർ ഈ എണ്ണ ടാങ്കറുകളിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 1037 സെയിലർമാർ. അത്തരത്തിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് ഓരോ ദിവസം കഴിയുമ്പോഴും യുദ്ധത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴി ഏതെങ്കിലും കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ കാർത്തിക്, കാരണം ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്ഷണപ്രകാരം നാവികാഭ്യാസത്തിനെത്തിയ ഇറാനിയൻ കപ്പലാണ് US ആക്രമണത്തിൽ തകർന്നതെന്നാണ് പുറത്തു വന്ന വിവരം. പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇന്ത്യയെ കൂടി അമേരിക്ക അതിലേക്ക് അടുപ്പിക്കുന്നുവെന്നൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വ്യക്തതയുള്ള പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. അതുതന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നതും. പ്രത്യേകിച്ച് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിച്ചു വരുന്നു എന്ന പ്രതികരണമാണ് ഉണ്ടായത്. എന്തായാലും ഇന്ത്യയിൽ ഒരു നാവികാഭ്യാസം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഇറാന്റെ യുദ്ധക്കപ്പൽ IRIS ദേനയ്ക്കെതിരെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. അത് വലിയ തോതിൽ ആശങ്കകൾക്ക് വഴിവെക്കുന്നു. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നതും. പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ ഇത്തരത്തിൽ നടന്ന നീക്കം അത് ഏറെ ആശങ്ക ഉളവാക്കുന്നു. മാത്രമല്ല, അത് നിലവിലെ യുദ്ധ സാഹചര്യത്തെ അത് കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇന്ത്യയുടെ പ്രതികരണം എവരും ഉറ്റുനോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒമാൻ വിദേശകാര്യ മന്ത്രി അടക്കം ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള പ്രതികരണങ്ങളോടൊന്നും തന്നെ അനുകൂലമായ ഒരു മറുപടി
ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നും ആ തരത്തിലുള്ളൊരു മറുപടിയൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സമവായ സാധ്യതകൾ വിദൂരമാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാം. എങ്കിലും ചൈനയുടെ ഭാഗത്ത് നിന്നും ചില ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു. ചൈനീസ് വിദേശകാര്യമന്ത്രി സൗദി തലവനുമായി സംസാരിച്ചു. യുദ്ധം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾക്ക് ആവശ്യമെങ്കിൽ അതിന് ചെയ്യാൻ തയ്യാറാണ്. മാത്രമല്ല ഒരു പ്രത്യേക പ്രതിനിധി സംഘത്തെ അയക്കാൻ വരെ തയ്യാറാണ് എന്ന് ചൈന പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ഇറാനും ഇസ്രയേലും ശക്തമായ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇറാന് മേലുള്ള ആക്രമണം അതൊരു പുതിയ സ്ട്രാറ്റജിയിലേക്ക് US-ഉം ഇസ്രയേലും കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ച് മിസൈൽ ലോഞ്ചറുകളും അതോടൊപ്പം തന്നെ അവരുടെ മിസൈൽ പദ്ധതികളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തുന്നത്. ഇന്ന് കോമിൽ ഇറാൻ്റെ മിസൈൽ ലോഞ്ചർ സംവിധാനം ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. അത്തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മാത്രമല്ല പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച്, അതായത് പശ്ചിമേഷ്യയിലെ US അസറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇറാനും കടുപ്പിക്കുകയാണ്. ഇന്ന് ദോഹയിൽ US എംബസിക്ക് സമീപം താമസിക്കുന്ന ആൾക്കാരെ ഒഴിപ്പിച്ചു. ഒരു കരുതൽ നടപടിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒഴിപ്പിച്ചത്. മാത്രമല്ല സൗദിയിലേക്ക് 3 ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും എത്തി. അത് തടഞ്ഞിട്ടു എന്ന് സൗദി പ്രതിരോധ വകുപ്പ് സ്ഥിരീകരിക്കുന്നു. ബഹ്റൈനിൽ ആമസോൺ ഡാറ്റാ സെൻറ്ററിന് നേരെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ കുവൈറ്റിൻ്റെ തീരത്തിന് പുറത്ത്, കുവൈറ്റ് തീരത്തിന് സമീപം ഒരു എണ്ണ ടാങ്കറിന് നേരെ, ഒരു എണ്ണ ടാങ്കർ കപ്പലിന് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഒരു സ്ഫോടനം നടന്നതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ എണ്ണ വ്യാപനം അടക്കമുള്ള കടലിൽ എണ്ണ വ്യാപനം അടക്കമുള്ള സാഹചര്യങ്ങൾ കാർത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹ്റൈനിലും ഖത്തറിലുമൊക്കെ തുടർച്ചയായി സ്ഫോടനങ്ങൾ നടക്കുന്നതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനിടെ ഖത്തർ US എംബസിക്ക് അടുത്ത് താമസിക്കുന്നവരെ ഒഴിപ്പിക്കുന്നു. ഒരു ആശങ്കാജനകമായ സാഹചര്യങ്ങളാണോ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്? കഴിഞ്ഞ 5 ദിവസങ്ങളിലും പശ്ചിമേഷ്യ കലുഷിതമായിരുന്നു. പ്രത്യേകിച്ച് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭൂരിഭാഗം വ്യോമാക്രമണങ്ങളും തടുക്കാനായി എങ്കിൽ കൂടിയും ഈ അവശിഷ്ടങ്ങൾ വീണ് സൗദിയിലടക്കം ആറാംകോയിലടക്കം തീപിടുത്തമുണ്ടായതും സ്ഫോടനമുണ്ടായതുമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ആ ദിവസങ്ങളിൽ ഉണ്ടായ സാഹചര്യത്തെ അപേക്ഷിച്ച് ഇന്ന് കാര്യങ്ങൾ അത്രത്തോളം കലുഷിതമല്ല. എങ്കിൽ കൂടിയും ആശങ്ക ഒഴിയുന്നില്ല. പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ അത് ഇറാൻ ശക്തമായി തന്നെ തുടരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ആ കാര്യത്തിലൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടപെടലുകളുടെ സ്വഭാവവും ഇന്ന് മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അല്പം മുമ്പ് ഇറ്റലിയിലെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ആവശ്യമായ സൈനിക സഹായങ്ങൾ ചെയ്യാൻ സന്നദ്ധമാണ് എന്നൊരു പ്രതികരണം ഇറ്റലിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. രാവിലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും സമാനമായ ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. മിലിറ്ററി സഹായം അയക്കുന്ന കാര്യത്തിലടക്കം പരിഗണിച്ചു വരുന്നു എന്നൊരു പ്രതികരണമാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി നടത്തിയത്. അങ്ങനെ സൈപ്രസിൽ, അതായത് ബ്രിട്ടീഷ് അധീനതയിലുള്ള സൈപ്രസിലെ എയർബേസിന് നേരെ ഉണ്ടായ ആക്രമണം, അത് ബൈറൂട്ടിൽ നിന്നാണ് അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്ന് ഇന്ന് വാർത്തകൾ പുറത്തു വരുന്നു. ആ ആക്രമണത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയൻ കൂടുതൽ മിലിറ്ററി എയ്ഡിനെ സൈപ്രസിലേക്ക് വിന്യസിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അത്തരത്തിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കം ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നു. മാത്രമല്ല പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ വ്യോമ പ്രതിരോധ സഹായങ്ങൾ നൽകാമെന്നാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂടി അല്പം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാകുന്നു. കൂടുതൽ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന മൃദു സമീപനം നീക്കിവെച്ച് ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചുള്ള പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഇസ്രയേൽ കേന്ദ്രീകരിച്ച് ഇറാനും മിസൈൽ ആക്രമണം ശക്തമാക്കുകയാണ്. ടെൽ-അവീവിലും ജെറുസലേമിലും വളരെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്. ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ബങ്കറിലാണ് ഇപ്പോഴും കഴിയുന്നത്. ആദ്യ 5 ദിവസത്തിന് ശേഷം ഇസ്രായേൽ പല കാര്യങ്ങളിലും ചെറിയ തോതിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ ആദ്യത്തെ 5 ദിവസം പൊതു ചടങ്ങുകൾ നടത്തുന്നതിന് വിലക്കുണ്ടായിരുന്നു. എന്നാൽ ആ വിലക്കിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അത് മെല്ലെ മെല്ലെ നീക്കുകയാണ്. മാത്രമല്ല ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട വിമാനത്താവളമായ ബെൻ ഗൂറിയോൺ എയർപോർട്ട്, ആ എയർപോർട്ടിൽ നിന്ന് ആദ്യ സർവീസും നടന്നിരിക്കുന്നു. അത്തരത്തിൽ ഒരു വശത്ത് ചില തോതിലുള്ള ഇടപെടലുകൾ ഫലം കാണുന്നു. പക്ഷേ മറുവശത്ത് യുദ്ധം ശക്തമായി തുടരുകയാണ്. ഏതായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ഉടനൊന്നും ഒരു യുദ്ധം അവസാനിക്കുന്ന ലക്ഷണങ്ങളിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ട്രംപിനോട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വലിയ തോതിലുള്ള പിന്തുണയാണ് ഇക്കാര്യത്തിൽ
അമേരിക്കൻ സൈന്യത്തിന് ലഭിക്കുന്നത് എന്നും 10-ൽ എത്ര മാർക്ക് ഇതിന് നൽകുമെന്ന് ചോദിച്ചപ്പോൾ അമേരിക്കൻ സൈന്യത്തിന് ഇപ്പോൾ 15 മാർക്ക് നൽകേണ്ട സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്നതടക്കം അമേരിക്കൻ സൈന്യത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാക്കുകളാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. മാത്രമല്ല ട്രംപിന് ഇന്ന് സെനറ്റിൻ്റെ കൂടി പിന്തുണ ലഭിച്ചിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയം സെനറ്റ് തള്ളിയിരിക്കുന്നു. 47-നെതിരെ 53 വോട്ടുകൾക്കാണ് ഈ പ്രമേയം തള്ളിയത്. ഇത് സ്വാഭാവികമായും നിലവിലെ നിലപാടുകൾക്ക് ട്രംപിൻ്റെ കാര്യത്തിൽ കരുത്ത് കൂട്ടുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത്. സ്വാഭാവികമായും ഇസ്രയേലും കടുത്ത നടപടിയിലേക്ക് തന്നെയാണ്. അതായത് ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ട്രംപിനെതിരെ ഉയർന്നിരുന്നു. ഈ യുദ്ധം അനാവശ്യമാണ്, യുദ്ധവുമായി അമേരിക്ക മുന്നോട്ട് പോകുന്നതിനെ ട്രംപിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ചില നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഈ സെനറ്റിൽ ഈ പ്രമേയം തള്ളിയതോടുകൂടി യുദ്ധവുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ തൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകാൻ ട്രംപിന് കരുത്തു പകരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അങ്ങനെയെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിൽ തന്നെ തിരിച്ചടികൾ ഉണ്ടാകാം. അത് ഏതൊക്കെ രാജ്യങ്ങൾക്കാണ്? കാരണം അമേരിക്കയേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇസ്രായേലിന് തന്നെയല്ലേ? എന്താണ് ഇസ്രായേലിലേക്കുള്ള ഇറാൻ്റെ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുള്ള ഇറാൻ്റെ ആക്രമണം എങ്ങനെയാണ്? അതോടൊപ്പം ഗൾഫ് രാജ്യങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളാണ് വലിയ ആളപായവും സംഭവിക്കുന്നത്. പുതിയതായി റിപ്പോർട്ട് കാരണം ഇന്നലെ വരെയും ഏകദേശം 1700ഓളം ആളുകൾ കൊല്ലപ്പെട്ടു, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പുതിയതായി എന്തെങ്കിലും അതുപോലുള്ള ആൾനാശങ്ങൾ, വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ടോ കാർത്തികേ? ഇസ്രായേൽ ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. അത് ഒരു ഗ്രാമത്തിൽ നടത്തിയ ആക്രമണമാണ്. അവിടെ ഒരു കുടുംബത്തിലെ 4 പേരുൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു എന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വരുന്ന ആൾനാശം സംബന്ധിച്ച കണക്കുകൾ. മാത്രമല്ല ഇതുവരെ ഇറാനിൽ ഏകദേശം 1045 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഇത്തരത്തിൽ ഇറാന് മേൽ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കുകയാണ്. സമാനമായ രീതിയിൽ തന്നെ പ്രത്യാക്രമണം നടത്തുകയാണ് ഇറാനും. ഏതാണ്ട് ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുമ്പോൾ ടെഹ്റാനിലടക്കം വിവിധ നഗരങ്ങളിൽ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് 174 നഗരങ്ങളിൽ ഇറാൻ്റെ വിവിധ നഗരങ്ങളിൽ ഈ ആക്രമണം, ഇസ്രായേലിൻ്റെ ആക്രമണം അത് വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു. അത് വലിയ നാശമുണ്ടാക്കി. അല്പം മുമ്പ് പുറത്തു വന്ന ചില ഇറാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് അവിടുത്തെ കുടിവെള്ള വിതരണത്തിനും അതോടൊപ്പം തന്നെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിനും അടക്കം ഈ ആക്രമണത്തിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. പല സ്ഥലത്തും കുടിവെള്ള ക്ഷാമം നേരിടുന്നു. സ്വാഭാവികമായും പല നഗരങ്ങളും ഇരുട്ടിലാണ്. അത്തരത്തിൽ കരുതലോടെ ജലം ഉപയോഗിക്കണമെന്നും ഇത്തരത്തിൽ എനർജി മേഖലയിൽ പ്രത്യേകിച്ച് ഊർജ്ജവുമായി വൈദ്യുതി തകരാറ് ഉണ്ടാകുമ്പോൾ അക്കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഇറാൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇസ്രയേൽ ആക്രമണം ഒരു പടി കൂടി കടുപ്പിക്കുന്നു. ഇസ്രയേലും അമേരിക്കയും ആദ്യഘട്ടം മുതൽ തന്നെ ലക്ഷ്യം വെച്ചത് ഇറാനിൽ ഒരു ഭരണമാറ്റമാണ്. പക്ഷേ അത് ഉടൻ സാധ്യമാകാനുള്ള സാധ്യതകൾ കുറവാണ്. ആയത്തുള്ള അലി ഖമനേയിയുടെ ഫെയർവെൽ, അദ്ദേഹത്തിൻ്റെ അവസാനവട്ട ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് നിശ്ചയിച്ചിരുന്നത്. ആ ചടങ്ങ് പോലും മാറ്റുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ രൂക്ഷമാകുന്നു. അത്തരത്തിൽ ഒരു പൊതു ചടങ്ങ് നടത്തിയാൽ അതിന് നേരെ വരെ ആക്രമണം ഉണ്ടാകും എന്ന് ഇറാൻ ഭയപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ ഒരു സാധാരണഗതിയിൽ യുദ്ധങ്ങളിൽ പാലിക്കപ്പെടാത്ത നിയമങ്ങൾ, പാലിക്കേണ്ട നിയമങ്ങളടക്കം ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അത് ഈ യുദ്ധത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. എന്തായാലും ചില ഇടപെടലുകൾ വിദേശ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, പ്രത്യേകിച്ച് ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഈ ജലഗതാഗതം, പ്രത്യേകിച്ച് എണ്ണ ടാങ്കറുകളുടെ ഈ ഗതാഗതം ഏറെ നാൾ മുടങ്ങിക്കിടന്നാൽ അത് വലിയ തോതിൽ ഇന്ത്യയെ ബാധിക്കുന്നതോടൊപ്പം തന്നെ ചൈന അടക്കമുള്ള രാജ്യങ്ങളെയും ബാധിക്കും. സ്വാഭാവികമായും ആ പശ്ചാത്തലത്തിൽ കൂടി അവരുടെ ഇടപെടലുകൾ വായിച്ചെടുക്കണം. പക്ഷേ അപ്പോഴും അമ്പിനും വില്ലിനും അടിക്കില്ല എന്ന നിലപാടിലാണ് ഇറാൻ ഉള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വാഭാവികമായും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്കുള്ള സാധ്യതകൾ ഉടൻ വരുമെന്ന് കരുതാനുള്ള സാഹചര്യവുമില്ല. കാരണം കഴിഞ്ഞ ദിവസം അത്രത്തോളം അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായി US ഇറാൻ്റെ യുദ്ധക്കപ്പൽ അത് മുക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണം അവർ പ്രതീക്ഷിച്ചില്ല. ആ
ആക്രമണം അവരെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതിന് ശക്തമായ മറുപടി നൽകും എന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നു. അതാണ് ഏറ്റവും അധികം ഇറാൻ ഇപ്പോൾ കൂടുതലായി പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ശ്രീലങ്കൻ തീരത്താണ് ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക മുക്കിയതിന് പിന്നാലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയാണ്. അമേരിക്ക ചെയ്തത് ക്രൂരതയെന്നും അങ്ങേയറ്റം ഖേദിക്കേണ്ടി വരുമെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ദേശീയപാതയിൽ ഓട നിർമ്മിക്കാനെടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊല്ലം ഓച്ചിറയിലാണ് അപകടം. ഓച്ചിറ കണ്ടല്ലൂർ സ്വദേശി അജിയാണ് മരിച്ചത്. ഓച്ചിറ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും ദാരുണകരമായ ഒരു അപകടമാണിന്നുണ്ടായത്. ഏറെ നിർധന കുടുംബത്തിൽപ്പെട്ട കണ്ടല്ലൂർ തെക്കതിൽ അജി എന്ന് പറയുന്ന ഒരു നിത്യ അധ്വാനിയാണ് ഈ NH അതോറിറ്റിയുടെ അനാസ്ഥ മൂലം അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയത്. ഇതൊരു പ്രതികാര നടപടിയാണ്. NH അതോറിറ്റിയുടെയും അതുപോലെ തന്നെ വിശ്വസമുദ്രയുടെയും ഏറ്റവും വലിയൊരു പ്രതികാര നടപടിയാണ്. ജനങ്ങളുടെ ഒരു ആവശ്യം മുന്നിലേക്ക് വെക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തി പ്രതികാര നടപടി സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ദാരുണ അന്ത്യമാണ് ഇന്നിവിടെ സംഭവിച്ചത്. ഇവിടെ ഒരു വെള്ളമൊഴുക്ക് തോടുണ്ടായിരുന്നു. ആ തോടിൽ ഇങ്ങനെയുള്ള റൗണ്ട് റിങ്ങുകൾ ഇടാതെ സ്ക്വയർ റിങ്ങുകൾ ഇടണമെന്നാണ് നാട്ടുകാരുടെയും ഇവിടുത്തെ ജനപ്രതിനിധിയുടെയും എല്ലാവരുടെയും ആവശ്യം. ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പണി ഇവിടെ വെച്ച് നിർത്തുകയും ഇത് അതിന്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഒരു കാര്യം വളരെ ശക്തമായി പറയുകയാണ്, എന്ത് വിഷയങ്ങളുണ്ടായാലും ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദി നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ വിശ്വസമുദ്രയുമാണെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. ഇതിനുവേണ്ടി ഏത് നടപടികൾ സ്വീകരിക്കാനും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഇത്തരം അനാസ്ഥയ്ക്കും ഭീഷണിക്കുമെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. ഇതിന്റെ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. വിശദാംശങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, നാട്ടുകാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത് ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയാണ്, വീഴ്ചയാണ് ഈ ഒരാളുടെ അജി എന്ന വ്യക്തിയുടെ ജീവൻ തന്നെ എടുത്തത്. ഇതെപ്പോഴായിരുന്നു ഈ അപകടം? എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം രാത്രിയിൽ സംഭവിച്ചതാകാമെന്നാണ് നിഗമനം. ഇന്ന് പുലർച്ചെയാണ് കണ്ടെത്തുന്നത്. അജിയുടെ മൃതശരീരം കണ്ടെത്തുന്ന അജി ഓടിച്ചിരുന്ന വാഹനവും ഈ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുഴിയിൽ വീണ് കിടക്കുകയായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. കാരണം NH അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്ന് തന്നെയാണ്. കാരണം അവിടെ ഇപ്പോ പ്രസിഡന്റ് ബൈക്കിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നീരൊഴുക്കുള്ള ഒരു സ്ഥലമാണ്, ചെറു തോടുകൾ കടന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിന്റെ NHന്റെ ഈ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം നടന്നു വരികയാണ്. അപ്പോൾ ഈ നീരൊഴുക്കുള്ള പ്രദേശങ്ങളിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ വേണം ഇത്തരത്തിലുള്ള നിർമ്മാണം നടത്തേണ്ടത് എന്നുള്ളത് നേരത്തെ തന്നെ പ്രദേശവാസികൾ അടക്കം മുന്നോട്ട് വെച്ചൊരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് അവർ ആ ഓട നിർമ്മാണത്തിനായി എടുത്ത കുഴി തുടർന്നുള്ള നിർമ്മാണം നടത്താതെ അവിടെ പകുതി ഉപേക്ഷിച്ചിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് നിർമ്മാണത്തിനായി പോയ ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഒരു 3 മാസത്തോളമായ കുഴി അങ്ങനെ കിടന്നതുകൊണ്ടാണ് ഇപ്പോൾ അപകടം ബോധപൂർവം ഉണ്ടാക്കിയ അപകടം എന്നാണ് നാട്ടുകാരടക്കം ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഒരു യുവാവിന്റെ ക്ഷീണം, ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അജി എന്നാണ്, 50 വയസ്സാണ് പ്രായം. അപ്പം മൃതശരീരം ഇപ്പോൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നാടിന് വളരെ ഞെട്ടലുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകും എന്ന് നാട്ടുകാർ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു, അധികൃതരെ ഇത് അറിയിച്ചിരുന്നു. എന്നിട്ട് പോലും അവർ ഇത് മുഖവിലക്കെടുത്തില്ല. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനൊന്നും നടന്നില്ല. ഇപ്പോൾ ഈ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികാര നടപടി എന്നൊക്കെയാണ് നാട്ടുകാരടക്കം പറയുന്നത്. എന്തായാലും ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകണം എന്നതാണ് നാട്ടുകാരിൽ നിന്നും ഉയർന്നു വരുന്ന ഒരാവശ്യം. അങ്ങനെ ഇതെന്തായാലും ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ചയാണ്. എന്താണ് അവരുടെ നാട്ടുകാരുടെ ആവശ്യം? എന്താണ്? ഒരു നഷ്ടപരിഹാരം നൽകണം. മാത്രമല്ല ഇനിയൊരു ആളുടെയും ജീവൻ പൊലിയാൻ പാടില്ല. ഇങ്ങനെ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, നിർമ്മാണ രീതികളാണ് പലപ്പോഴും പല അപകടങ്ങൾക്കും വഴിവെക്കുന്നത്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാം, ആലപ്പുഴയിലൊക്കെ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ. ഇവിടെയും അത്തരമൊരു ആക്ഷേപം ഉയരുന്നുണ്ടോ? ഒരു നഷ്ടപരിഹാരം ഈ മരിച്ച വ്യക്തിക്ക് നൽകണമെന്നൊരാവശ്യവും നാട്ടുകാർ ഉയർത്തുന്നുണ്ടോ?
തീർച്ചയായും അങ്ങനെ തന്നെയുണ്ട് ടോം. അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നും വരുന്ന ഈ റോഡ് തീരദേശ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് കടന്നു വരുന്നത്. അപ്പോൾ ഈ നീരൊഴുക്കുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും അധികം. നമ്മൾ 2 മാസം മുൻപേ കൊട്ടിയത്ത് ഇതുപോലെ ഒരു റോഡ് നിർമ്മാണത്തിൽ നിന്ന് റോഡ് ഇടിഞ്ഞു വീണ ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതും സമാനമായ സംഭവം തന്നെയാണ്. നീരൊഴുക്കുള്ള പ്രദേശത്ത് ഇവർ ശാസ്ത്രീയമായിട്ടല്ലായിരുന്നു അവിടെ റോഡിന്റെ ഭിത്തി നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ റോഡ് ഇടിഞ്ഞു താഴാൻ തന്നെ കാരണമായത്. സമാനമായ ഒരു പ്രദേശം കൂടിയാണ് ഈ ഓച്ചിറ, ഈ ഇപ്പോൾ അപകടമുണ്ടായ പ്രദേശം. അവിടെയുള്ള പ്രദേശവാസികൾക്കറിയാം, ഇതുവഴി ഒരു നീർച്ചാല് കടന്നു പോകുന്നുണ്ട്, നീരൊഴുക്കുള്ള ഭാഗമാണ്. അവിടെ ഈ സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിക്കണമെന്നടക്കം അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ അവർ മുഖവിലക്കെടുത്തില്ല. റിങ് പൈപ്പുകളാണ് അവിടുത്തെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അതൊരിക്കലും ശാസ്ത്രീയമല്ലെന്ന് നാട്ടുകാരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തർക്കത്തിലായതിനെ തുടർന്നാണ് അവർ ആ ഒരു നിർമ്മാണം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയും ആ ഭാഗത്തെ നിർമ്മാണം പകുതിക്ക് ഉപേക്ഷിച്ച് പോയ സാഹചര്യം ഉണ്ടായത്. ഇത്തരം സംഭവങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഇതെന്തായാലും ബോധപൂർവം സൃഷ്ടിച്ചൊരു അപകടം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 3 മാസത്തോളമായി ഇത്രയും അപകടകരമായ രീതിയിൽ ഓടെ ഇങ്ങനെ മണ്ണ് നീക്കി ഇങ്ങനെ ഇട്ടാക്കുന്നു. അതുപോലെ അപകടകരമായ രീതിയിൽ കുഴി രൂപപ്പെടുത്തിയിട്ടാക്കുന്നു. അതെല്ലാം വീണ്ടും അപകടങ്ങൾ വിളിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും 50 വയസ്സുള്ള ഒരു അജി എന്ന ആളാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. കാരണം ഈ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു, നിർധന കുടുംബത്തിലെ ഒരു അംഗമാണ്. ആ വീട്ടിൽ ഒരു അത്താണിയാണ്. അയാൾ ജോലിക്ക് പോയിട്ട് മടങ്ങി വന്നപ്പോഴാവാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അപകടമൊക്കെ സംഭവിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വരുന്നത് കേട്ടോ. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ഓച്ചിറയിലാണ് ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഓടയിലെ വീണ് 50 വയസ്സുകാരൻ ഗൃഹനാഥൻ മരിച്ചത്. മരണത്തിന് പിന്നാലെ ദേശീയപാത അതോറിറ്റിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ചയാണ്, അനാസ്ഥയാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് പറയുന്നത്. കൃത്യമായ നഷ്ടപരിഹാരം വേണം. മാത്രമല്ല, ഇനി ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. തുടരുന്നു. കാസർഗോഡ് ലൈംഗിക അതിക്രമ കേസിൽ ഉസ്താദ് അറസ്റ്റിൽ. മടക്കര കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദ് വയനാട് കമ്പളക്കാട് സ്വദേശി മുഹമ്മദ് കുട്ടിയാണ് ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തത്. മഖാമിലെത്തിയ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് പരാതി. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, സാധാരണ പള്ളിയിലും ആരാധനാലയങ്ങളിലുമൊക്കെ എത്തുന്നവർക്ക് ആത്മീയ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് ഉസ്താദ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരാളുടെ ഭാഗത്തു നിന്നാണ് ഒരു യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. എന്നായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം? ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. ടോമെ, പെൺകുട്ടികൾക്കും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമം അതിന്റെ സകല സീമകളിൽ ലംഘിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാസർഗോഡ് നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മടക്കര തുരുത്തി കോട്ടപ്പള്ളിയിലെ ഉസ്താദിനെതിരെയാണ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ പരാതി ഉണ്ടായത്. മുഹമ്മദ് കുട്ടി, അതായത് വയനാട് സ്വദേശിയായ മുഹമ്മദ് കുട്ടി, ഇയാൾ ഈ മഖാമിലെത്തിയ യുവതിയെ സ്പർശിക്കുകയും ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുകയും ചെയ്തു. ഇതാണ് ഇയാൾക്കെതിരെയുള്ള പരാതി. ഫെബ്രുവരി 15-ന് ആണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഈ യുവതി ചന്തേര പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഇയാളെ ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഇത്തരത്തിൽ കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ സ്ത്രീകൾക്ക് നേരെ ഇങ്ങനെ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുണ്ടോ? അത്തരം പലപ്പോഴും ഇത്തരം കേസുകളിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാം, പരാതി പറയാൻ രംഗത്ത് വരാത്ത സാഹചര്യം പലപ്പോഴും ഇത്തരം കേസുകളുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അധ്യാപകരിൽ നിന്നും ഇത്തരത്തിൽ ലൈംഗിക പീഡനം ഉണ്ടാകുന്നു. അതോടൊപ്പം മറ്റ് കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളിൽ തന്നെ ഉണ്ടാകുന്നു. ഇപ്പോൾ ആത്മീയ ആചാര്യന്മാർ, നമുക്ക് അത്രത്തോളം പരിശുദ്ധമായ ഇടങ്ങൾ, നമുക്ക് ഏറ്റവും വിശ്വസ്തമായ ഒരിടങ്ങളിൽ അവിടെയും യുവതികളും അതുപോലെ തന്നെ പ്രായപൂർത്തിയാത്ത പെൺകുട്ടികളും സുരക്ഷിതരല്ല എന്നാണ് ഈ വാർത്ത വിരൽ ചൂണ്ടുന്നത്. ഏതായാലും ചന്തേര പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫെബ്രുവരി 15-നാണ് ഈ യുവതി ഇവിടെ ഈ മഖാമിൽ എത്തിയതായിരുന്നു. അങ്ങനെ എത്തിയ സമയത്ത് ഈ ഉസ്താദ്
ഇവരെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിക്കുകയും അതോടൊപ്പം ലൈംഗിക പീഡനത്തിന് ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് FIR പറയുന്നത്. ഈ സംഭവത്തിൽ ഉസ്താദ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനു മുൻപ് ഈ ഉസ്താദിനെതിരെ ഏതെങ്കിലും പരാതികൾ, സമാനമായ രീതിയിലുള്ള ഏതെങ്കിലും പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നോ ബൈജു? ടോമെ, ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ലഭ്യമല്ല. അത്തരത്തിൽ അതുമാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പരാതി പുറത്തു വരാത്ത കേസുകളുണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഇയാൾക്കെതിരെ ഇത്തരത്തിൽ ഏതെങ്കിലും പരാതി ഇപ്പോൾ നിലവിലുള്ളതായി പോലീസിന് നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ആർക്കെങ്കിലും ഇത്തരത്തിൽ ദുരനുഭവം ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ പീഡനം തന്നെ, ലൈംഗിക പീഡനത്തിന് തന്നെ ഇരയായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം ചന്ദേര പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി യുവതിയുടെ കൃത്യമായ മൊഴിയുണ്ട്. ആ ബഗാമിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമ ശ്രമം, അതോടൊപ്പം ശരീരത്തിൽ ഇത്തരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിക്കുക, അങ്ങനെ ഉള്ള കുറ്റം ഉണ്ടായത്. അത് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ ഉസ്താദിനെതിരെ ഇങ്ങനെ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് കേട്ടോ. വ്യക്തമാണ്. KB ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു, ഒരു കാര്യം കൂടി, ഈ ഉസ്താദ് വളരെ നിരവധി ആളുകൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നൊരു വ്യക്തി കൂടിയാണ് ഇതുപോലുള്ള ആത്മീയ ആചാര്യന്മാർ. പക്ഷേ ഈ സമീപകാലത്ത് ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും ആവർത്തിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. പല പുരോഹിതരും കുട്ടികളെപ്പോലും ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കുന്ന, അല്ലെങ്കിൽ മദ്രസ അധ്യാപകർ ഒക്കെ കുഞ്ഞുങ്ങളെ ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇവർക്കെതിരെ പോലീസിൻ്റെ ഭാഗത്ത് നിയമ നടപടി ഉണ്ടാകാം. അതിനപ്പുറം മതപരമായ നടപടിയും ആവശ്യമല്ലേ? ഉസ്താദിനെതിരെ അത്തരം നടപടി ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ടോമെ, വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അത് മോട്ടിവേഷണൽ സ്പീക്കർമാർ, കരിയർ ഗൈഡൻസ് ചെയ്യുന്ന ആൾക്കാർ, എന്തിനധികം അധ്യാപകർ, ഇപ്പോൾ ആത്മീയ കേന്ദ്രങ്ങൾ, ഇത്തരം സുരക്ഷിതമാണ്, നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ സുരക്ഷിതമാണെന്ന് കരുതുന്ന ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ വളരെ മോശമായ വാർത്തകൾ പുറത്തു വരുന്നു, വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അത് തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. എന്തായാലും ഈ ആത്മീയ കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്ന ഇത്തരം വലിയ പ്രവൃത്തികൾ, അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഏതായാലും ഈ മഖാമുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിച്ചതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ വ്യക്തതയില്ല. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും തീർച്ചയായും അത് സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരം കൃത്യമായ സന്ദേശം ഇതിൽ നൽകേണ്ടതുണ്ട്. ഇത്തരം ആളുകളെ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരം നടപടികളുമായി മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ആശങ്ക ഈ കാര്യത്തിലൊക്കെ രക്ഷിതാക്കൾക്കൊക്കെ പങ്കുവെക്കുന്നുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അവർക്ക് സുരക്ഷിതമായ ഇടങ്ങളാണ് ഒരുപക്ഷെ ഈ സ്കൂളുകളും അല്ലെങ്കിൽ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ്, ഇത്തരം ട്യൂഷൻ സെന്ററുകളൊക്കെ. ഇവിടെയൊക്കെ വലിയ തോതിൽ ചൂഷണം നടക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അത് വിശദമായി ആ വിവരങ്ങളൊക്കെ പങ്കുവച്ചതാണ്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പല കേസുകളിലും ഒരുപക്ഷെ അത് അധ്യാപകരാണെങ്കിൽ, അതല്ലെങ്കിൽ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളാണെങ്കിൽ ഇത് പുറത്തേക്ക് പറയാൻ മടിക്കുന്നു അല്ലെങ്കിൽ ഭയപ്പെടുന്നു എന്നതാണ് അതിൽ ഏറ്റവും ഗൗരവം ഉണ്ടാക്കുന്നത്. പലപ്പോഴും കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോഴാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ തന്നെ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് ഇതിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ഇതിൽ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ഈ ജാഗ്രത ഇതിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ഓരോ വാർത്തകളും വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഈ ഉസ്താദിനെതിരെ ഈ പള്ളി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം ഇത്തരം കേന്ദ്രങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്തരം ദുരനുഭവം യുവതികൾക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്നോ എന്ന് നിരീക്ഷിക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ വേണമെന്നൊരു ആവശ്യവും ഉയരുന്നുണ്ട് കേട്ടോ. അതാണ് KB ബൈജു സൂചിപ്പിച്ച പോലെ ഇക്കാലത്ത് ആരെ വിശ്വസിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. കാരണം ഇതുപോലുള്ള മതപണ്ഡിതർ
മോട്ടിവേഷൻ സ്പീക്കർമാർ നിത്യേന ഇതുപോലുള്ള സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക്, വിദ്യാർത്ഥികൾക്ക്, പുതിയ തലമുറയ്ക്ക് മാതൃകയായി ജീവിക്കേണ്ടവർ, നല്ല പാഠങ്ങൾ പകർന്നു നൽകേണ്ടവരാണ് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത്. ശക്തമായ നടപടി ഈ സമുദായ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഈ മതവിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ഇവർക്കെതിരെ സ്വീകരിക്കേണ്ടതാണ്. കൊല്ലത്ത് ക്ഷേത്രോത്സവത്തിനിടെ മർദ്ദനമേറ്റ വിദ്യാർത്ഥി മരിച്ചു. കുന്നത്തൂർ സ്വദേശി 18 വയസ്സുകാരൻ ഹരികൃഷ്ണനാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഘർഷത്തിനിടെ തടിക്കഷ്ണം കൊണ്ട് യുവാവിൻ്റെ തലക്കടിയേറ്റത്. സംഭവത്തിൽ 2 പേർ റിമാൻഡിലാണ്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറത്തു വന്നത്. അതായത് സഹോദരിയുടെ നാട്ടിലെ ക്ഷേത്ര ഉത്സവത്തിന് പോയ ഹരികൃഷ്ണനെ അവിടെ മദ്യപിച്ചെത്തിയ ഒരു സംഘം ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്നു ഹരികൃഷ്ണൻ. ഒടുവിൽ മരണം സംഭവിച്ചിരിക്കുന്നു. ഈ 2 പ്രതികളെ നിലവിൽ പിടികൂടിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഇനി പിടിയിലാകാനുണ്ടോ? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ? തീർച്ചയായും ടോം, കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. 2 പേർ പിടിയിലായിട്ടുണ്ട്. രതീഷ്, അതുപോലെ തന്നെ സുനിൽ കുമാർ എന്നീ പേരുള്ള കൊല്ലം സ്വദേശികളാണ്. 58-51 വയസ്സാണ് ഇവർക്ക് പ്രായം. ഈ പ്രായമുള്ളവരാണ് 19 വയസ്സുകാരന്റെ ജീവൻ എടുത്തത് എന്ന് നമുക്ക് പറയേണ്ടി വരും ടോം. കാരണം ഈ ഉത്സവാഘോഷങ്ങളെല്ലാം ഇങ്ങനെ ജീവൻ എടുക്കുന്ന ആഘോഷങ്ങളായി മാറുന്നു. പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ്. ഇത് കൊല്ലം ചട്ടികുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന ഒരു ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഒരു തർക്കം വലിയ രീതിയിലുള്ളൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ച സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഉത്സവാഘോഷം കാണാനായി എത്തിയതായിരുന്നു കുന്നത്തൂർ സ്വദേശിയായ ജയകൃഷ്ണനും സഹോദരൻ ജയകൃഷ്ണനും പിന്നെ സഹോദരനും. അപ്പോൾ ഈ ക്ഷേത്രോത്സവത്തിന്റെ മദ്യപ സംഘങ്ങളുമായിട്ട് ചില തർക്കങ്ങൾ ഏർപ്പെടുന്നു. ഈ തർക്കം വലിയ രീതിയിലുള്ളൊരു അക്രമത്തിലേക്ക് നയിക്കുന്നു. പിന്നീട് ഈ അക്രമം നടത്തിയവർ തന്നെ ഈ പയ്യനെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു ഭക്ഷണശാലയിൽ ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി അക്രമത്തിന് ഇരയാക്കുകയായിരുന്നു. അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനാണ് ഇരയാക്കിയത്. ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വലിയൊരു ഒരു തടിക്കഷ്ണം ഉപയോഗിച്ച് 19കാരന്റെ തലയിലേക്ക് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. വളരെ ക്രൂരമായ ദൃശ്യമാണ്. എന്നിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൊല്ലാൻ, അതായത് ഇവനെ കൊല്ലു എന്ന് പറയുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ അതിൽ തന്നെ ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇവരുടെ സഹോദരിയുടെ ഭർത്താവും ഈ സംഘർഷത്തിനിടയ്ക്ക് കയറുന്നുണ്ട്. അയാൾക്കും ക്രൂരമായി മർദ്ദനത്തിന് ഇരയാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികളും ഒളിവിൽ പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞായറാഴ്ച ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. തുടർന്ന് പ്രതികളെ ഒന്നും തന്നെ അറസ്റ്റ് ചെയ്യാനോ പിടികൂടാനോ പോലീസിന് സാധിക്കാതെ വന്നപ്പോഴാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കെല്ലാം ഇടയായി മാറി, പ്രതിഷേധങ്ങൾക്ക് ഇടയായി. അങ്ങനെയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. 10 പേരടങ്ങുന്ന ഒരു അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ 2 പേരെ പിടികൂടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊല്ലം സ്വദേശികളായ 2 പേരാണ്. ഇവർക്ക് ഈ കൃത്യത്തിൽ എങ്ങനെയാണ് പങ്ക് എന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള, അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ആൾക്കാരെല്ലാം തന്നെ ഒളിവിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവർക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അവരുടെ ക്രിമിനൽ പശ്ചാത്തലം അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവരെ പിടികൂടിയെങ്കിൽ മാത്രമേ അവരുടെ മറ്റു വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ, ഗുണ്ടാ ക്രിമിനൽ സംഘങ്ങളാണോ ഈ ഹരികൃഷ്ണൻ നേരെ ആക്രമണം നടത്തിയത്? കാരണം ഒരു ക്ഷേത്ര പരിസരത്താണ് അതിഭീകരമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്, കൊലപ്പെടുത്തണമെന്ന് ആക്രോശിക്കുന്നത്, പട്ടി കൊണ്ട് തലക്കടിക്കുന്നത്. അവരുടെ ഒരു പശ്ചാത്തലം എന്താണെന്ന് കൂടി അറിയണം. അങ്ങനെ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണോ? മാത്രമല്ല ഇതൊരു ഒരു മദ്യലഹരിയിലുണ്ടായ എന്നാണല്ലോ പുറത്തു വന്ന വിവരം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതിൽ ആ ദൃശ്യങ്ങളിൽ ഈ അക്രമം നടത്തുന്നവരുടെ മുഖങ്ങൾ വ്യക്തമാണ്. പോലീസിന് ആരാണ് ഇത് കൃത്യം നടത്തിയതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു വിവരം ലഭ്യമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള നമുക്കൊരു വിവരം ലഭ്യമാകുന്നത് ഇവർ മുൻപും ഇത്തരത്തിലുള്ള കേസുകൾ പ്രതി ആയിട്ടുള്ളവർ ആ ഒരു കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ
ഈ 19കാരന്റെ തലയിലേക്ക് കമ്പ് വെച്ച് ആഞ്ഞടിക്കുന്നു. അപ്പോൾ ബോധരഹിതനായി വീഴുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ജില്ലാ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ ഇത് പ്രശ്നം ഗുരുതരമായതുകൊണ്ട് ഈ ഏറ്റ മുറിവ് അല്ലെങ്കിൽ വലിയ വിദഗ്ധ ചികിത്സ വേണ്ടത് കൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞു വരവെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇത്രയും പെട്ടെന്ന് ഈ പ്രതികളെ പിടികൂടണം എന്നുള്ള ഒരു വലിയ ആവശ്യം നാട്ടുകാരുടെ ഭാഗത്ത് തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലോക്കൽ പോലീസ് അതാണ് കാരണം ഈ സംഭവം നടന്ന് ഈ ആക്രമണം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഏകദേശം 4-5 ദിവസമാകുന്നു. ഇതുവരെയും 2 പേരെ മാത്രമാണ് പിടികൂടാൻ കഴിഞ്ഞത്. ഇത് സംഘം ചേർന്നുള്ള ആക്രമണമായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 10-ലധികം പേർ ചേർന്നാണ് ക്രൂരമായി മർദ്ദിക്കുന്നത്. മറ്റാളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടില്ലേ? കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതുവരെയും കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ടോ? ഇങ്ങനെ മൃഗീയമായി ഒരു യുവാവിനെ, ഒരു 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലിച്ചതച്ച് കൊലപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇതുവരെയും പ്രതികളെ പിടികൂടാത്തത്? വിനീഷ്. തീർച്ചയായും ടോം, പോലീസിന് പ്രതികളെ പിടികൂടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, പിടികൂടേണ്ടതുമാണ്. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പോലീസ് കൃത്യമായിട്ട് ഈ കുറ്റവാളികളെ പിടികൂടേണ്ട ഒരു സാഹചര്യം ആണ് ഉള്ളത്. നിലവിൽ ഈ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 19കാരന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ കാത്തു നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസിന് എത്തുന്നുള്ളതാണ്. ഇതിന്റെ പിന്നിൽ ഉന്നതരുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നാളെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഹരികൃഷ്ണന്റെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഹരികൃഷ്ണന്റെ ബന്ധുക്കളും നാട്ടുകാരും അത്തരത്തിലുള്ള ഒരു ആശങ്കയും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിമർശനവും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടോ, ഉന്നതരാണോ ഈ കൃത്യം നടത്തിയിരിക്കുന്നത് എന്നതൊക്കെയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ ബാധ്യതയും പോലീസിനുണ്ട്. പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ലോക്കൽ പോലീസിനെ മാറ്റി നിർത്തി 10 പേരടങ്ങുന്ന ഒരു അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. അവരുടെ നീക്കം വളരെ നിർണായകമാണ്. ഉടൻ തന്നെ 2 പേരെ പിടികൂടാനായിട്ടുണ്ട്. ഇവരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾക്കനുസരിച്ചായിരിക്കും തുടർന്നുള്ള അന്വേഷണം മുന്നോട്ട് പോവുക. കാരണം ഒളിവിൽ കഴിയുകയാണെന്നുള്ളത് വ്യക്തമാണ്. ഈ കൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം വീടുകളിലെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവർ പോകാനുള്ള എവിടെയാണ് ഒളിവിൽ കഴിയാനുള്ള സാധ്യതകൾ പോലീസ് മനസ്സിലാക്കിയുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് പോലീസ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കേട്ടോ. എന്തായാലും 19 വയസ്സുള്ള ഒരു പയ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു. വിദ്യാർത്ഥിയാണ്, അടൂർ പോളിടെക്നിക്കൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടിയാണ് ഹരികൃഷ്ണൻ. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഹരികൃഷ്ണൻ എന്ന ചെറുപ്പക്കാരന് കഴിഞ്ഞ ദിവസമാണ് സഹോദരിയുടെ നാട്ടിലെ ക്ഷേത്രോത്സവത്തിന് പോയപ്പോൾ ഒരു സംഘം ആളുകൾ, മദ്യപിച്ചെത്തിയ സംഘം ക്രൂരമായി മർദ്ദിച്ചത്. ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ചെറുപ്പക്കാരൻ ചികിത്സയിലിരിക്കുകയാണ് മരണം സംഭവിച്ചത്. പക്ഷേ ഈ സംഭവം നടന്ന്, ഈ ആക്രമണം നടന്ന് 5 ദിവസമാവുകയാണ്. 5 ദിവസമായിട്ടും മുഖ്യപ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വെറും 2 പേർ മാത്രമാണ് ഇതുവരെയും പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. മറ്റ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും അവരെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിൻ്റെ വീഴ്ച തന്നെയാണ്. പാലക്കാട് കുനത്തറയിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പിതാവ് മരിച്ചു. കുനത്തറ സ്വദേശി 63കാരനായ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മദ്യലഹരിയിൽ മകൻ മനോജ് പിതാവിൻ്റെ തലക്കടിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 23-ന് പുലർച്ചെയായിരുന്നു ആക്രമണം. ഇരുവരും ഒപ്പം ഇരുന്ന് മദ്യപിക്കുന്നവരുടെ വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് യുവാവ് പിതാവിനെ, ഉണ്ണികൃഷ്ണനെ ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മകൻ മനോജ് ഇപ്പോൾ റിമാൻഡിലാണ്. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു പാലക്കാട് നിന്ന്. വിഷ്ണു, നമുക്കറിയാം പല വീടുകളിലും മദ്യവും ലഹരിയുമൊക്കെ വില്ലനാകുന്നുണ്ട്. പലപ്പോഴും മദ്യപിച്ചെത്തുന്ന അച്ഛൻ മകനെ കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മദ്യപിച്ചെത്തുന്ന ലഹരിയിൽ മകൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ കാണാറുള്ളതെങ്കിൽ, കേൾക്കാറുള്ളതെങ്കിൽ, ഇവിടെ അച്ഛനും മകനും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു. അതേ തുടർന്ന് വാക്കുതർക്കമുണ്ടാകുന്നു. മകൻ അച്ഛനെ ക്രൂരമായി ആക്രമിക്കുന്നു. ഒടുവിൽ കൊലപാതകം സംഭവിക്കുന്നു. ദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ്, ഒരു കേസാണിത്. എന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്?
പിന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരാഴ്ചയിലധികമായി ഈ പിതാവ് ഉണ്ണികൃഷ്ണൻ ചികിത്സയിലായിരുന്നു. എങ്ങനെയാണ് മരണം സംഭവിച്ചത്? തീർച്ചയായും ടോം, ഈ ലഹരി വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ യുവാക്കളിൽ ലഹരി കൂടുതൽ വ്യാപിക്കുന്നു, അക്രമങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ പണ്ട് ഉത്സവപ്പറമ്പുകളിലൊക്കെ മദ്യലഹരിയിലൊക്കെ ഉത്സവപ്പറമ്പുകളിലൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാവുകയും പരിക്കേൽക്കുകയും ഒക്കെയുള്ള സംഭവങ്ങൾ സാധാരണമായിരുന്നു. എന്നാൽ ഇതിപ്പോൾ മദ്യലഹരിയും ലഹരിയുടെ സാന്നിധ്യം ഒക്കെ അക്രമമായിട്ട് വീട്ടകങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ടോം പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഷൊർണൂർ, പാലക്കാട് ഷൊർണൂരിൽ കൂനത്തറയിലാണ് ഒരു ദാരുണ സംഭവം ഉണ്ടായത്. മകന്റെ മർദ്ദനമേറ്റ് പിതാവ് മരിക്കുന്ന ഒരു സാഹചര്യം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23-നാണ് കൂനത്തറ തറാങ്ങാലിയിലെ വീട്ടിൽ ഒരു അക്രമം ഉണ്ടാവുന്നത്. അതായത് വീട്ടിലെ അച്ഛനും മകനും മദ്യപിച്ചുകൊണ്ടിരിക്കുക എന്നാണ് വിവരം. അത് തന്നെ ഒരു അസാധാരണമാണ്. അച്ഛനും മകനും കൂടി ഇരുന്ന് മദ്യപിക്കുന്നു, അച്ഛനും മകനും മദ്യപിക്കുന്നു. ഈ സമയം സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള തർക്കമാണ് ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ തർക്കത്തെ തുടർന്ന് മകൻ അക്രമകാരിയാവുകയും സമീപത്ത് മരത്തടിയെടുത്ത് ഈ പിതാവിനെ മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് പിതാവിനെ, ഒരു ഗുരുതരമായി പരിക്കേറ്റ പിതാവിനെ സമീപത്തെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ പരിക്ക് ഗുരുതരമായതിൽ തന്നെ ഉടൻ തന്നെ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. എന്നാൽ കഴിഞ്ഞ ദിവസം സ്ഥിതി വഷളാവുകയും ഇന്ന് പുലർച്ചെ മരിക്കുകയുമായിരുന്നു. കൂനത്തറയിലെ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 61 വയസ്സാണ്. ഈ അക്രമം ഉണ്ടായ അന്ന് തന്നെ ഈ മകൻ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് തന്നെ പിടികൂടുകയും വധശ്രമത്തിന് കേസെടുത്ത് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. നിലവിൽ ഇയാൾ ഒറ്റപ്പാലം സബ് ജയിലിൽ റിമാൻഡിലാണ് കേട്ടോ. യെസ്, എന്തായാലും പിതാവ് മരിച്ചതോടുകൂടി നേരത്തെ വധശ്രമ കേസായി കൊലക്കുറ്റം ചുമത്തണം, അത്തരം നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനെ വീട്ടിൽ ഒന്നിച്ചിരുന്ന് പതിവായി ഇവർ മദ്യപിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നോ? തീർച്ചയായും നമുക്ക് സമീപത്തുനിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് മദ്യപിക്കാറുണ്ട്. ഇവർ സ്ഥിരം മകൻ പുറത്തുനിന്ന് മദ്യപിച്ച് വരാറുണ്ട്. വീട്ടിൽ ഇവരിന്ന് മദ്യപിക്കാറുമുണ്ട്. കൂട്ടുകാരും മൊത്തമൊക്കെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അക്രമം ആദ്യമായിട്ടാണ്. ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്നൊക്കെയാണ് ലഭിക്കുന്ന വിവരം. എങ്കിൽ കൂടി ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാരണം ഇത് ആദ്യമായിട്ടാണ്. ഈ സമ്പത്ത് ഉയർന്ന പ്രദേശവാസികളാകെ ഒരു ആശങ്കയിലാണുള്ളത്. എന്ത് സംഭവിച്ചു, ഇങ്ങനെ കുടുംബത്തിൽ സംഭവിച്ചു എന്നൊരു ഒരു ആശങ്കയാണുള്ളത്. ഈ പ്രതി നിലവിൽ സബ് ജയിലിലാണുള്ളത് ഒറ്റപ്പാലത്തെ. ഇനി കസ്റ്റഡി വിട്ടുകിട്ടി പോലീസ് കൊലക്കുറ്റം ചുമത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കോടതി നടപടികളുണ്ട്. ഈ കൊലക്കുറ്റം ചുമത്തുകയും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളൊക്കെ ഉണ്ട്. കൊലക്കുറ്റം ചുമത്തുന്ന നടപടികൾ പോലീസ് സ്റ്റേഷൻ, ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നടന്നു വരികയാണ്. അങ്ങനെ ഈ നാട്ടുകാരൊക്കെ എന്താണ് ഇവരെക്കുറിച്ചുള്ള, ഈ കുടുംബത്തെക്കുറിച്ചുള്ള പൊതുവെയുള്ളൊരു അഭിപ്രായം എങ്ങനെയാണ്? കാരണം നമുക്കറിയാം ഈ രാത്രി അല്ലെങ്കിൽ പുലരുവോളം ഒരച്ഛനും മകനും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു. അത്തരം വീടുകളിലൊക്കെ പല സാഹചര്യങ്ങൾ, പല വീടുകളിലെ അവസ്ഥ എടുത്തു നോക്കിയാലും കൊടിയ ദാരിദ്ര്യമാകാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകാം. മറ്റു കുടുംബാംഗങ്ങളൊക്കെ ഈ സമയം, ഈ ആക്രമണം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നോ? ഇതിൽ ആരാണ് ദൃക്സാക്ഷികൾ? നാട്ടുകാരാണോ? ഈ സംഭവത്തിന് ശേഷം ഈ യുവാവ് മനോജ് തന്നെയാണോ പിതാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്, അതോ നാട്ടുകാരാണോ മറ്റ് ഇടപെടലുകൾ നടത്തിയത്? ടോം, ഇത് ജനവാസ മേഖലയാണ്. അടുത്തടുത്ത വീടുകളുണ്ട്. അങ്ങനെ സാമ്പത്തിക ദാരിദ്ര്യമുള്ളൊരു കുടുംബമൊന്നുമല്ല. ഇവിടെ സ്ഥിരം അച്ഛനും മകനും മദ്യപിക്കാറുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സമയം, ഇപ്പോ 23-ാം തീയതി ഉണ്ടായ ഈ മദ്യപാനത്തിനിടയ്ക്ക് സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി, വീട്ടിലെ മകന്റെ അച്ഛന് ഇടയിലുള്ള ഒരു സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി തർക്കം ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് ലഭിക്കുന്ന വിവരം. നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർക്ക് കൃത്യമായൊരു വിവരമില്ല, ഈ കേട്ടറിവുകൾ മാത്രമാണുള്ളത്. ഈ കുടുംബത്തിലെ വീട്ടിലുള്ള ഈ മനോജിന്റെ, ഈ ഉണ്ണികൃഷ്ണന്റെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് ഈ അക്രമം ഉണ്ടായപ്പോൾ ബഹളം വെക്കുകയും നാട്ടുകാർ ഓടിക്കൂടിയാണ് ഇയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഈ സമയം മകൻ മനോജ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നില്ലെങ്കിലും മകന്റെ സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ സാമ്പത്തിക ദൂർത്തോ ഒക്കെ ആയിരിക്കാം ചർച്ചയായിട്ട് ഉണ്ടാവുക എന്നാണ് ലഭിക്കുന്ന വിവരം. വ്യക്തമാണ്. എം വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.
എറണാകുളം അങ്കമാലിയിൽ അമിത വേഗത്തിലെത്തിയ വാഹനമിടിച്ച് ജാസ്ലിയ എന്ന പെൺകുട്ടി മരിച്ച സംഭവത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാതെ പോലീസ്. ഇതോടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുയരുകയാണ്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുടെ ജാസ്ലിയയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കും. എറണാകുളം റൂറൽ SP KS സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘമാകും കേസ് അന്വേഷിക്കുക. വാഹനമിടിച്ച ശേഷം നിർത്താതെ പോയ പ്രതി ഡോക്ടർ സിറിക് P. ജോർജിനെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് റൂറൽ SP സുദർശനൻ പറയുന്നത്. ഈ കേസിൽ പ്രതിയെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി നമുക്കൊരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിലും ഏലപ്പറയിലൊക്കെ പോയിട്ട് അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് അവിടെ പ്രതിയുടെ ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പ്രതിയുടെ വീടുകളിലും ബന്ധുവീടുകളിലൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നത് സത്യമാണ്. പക്ഷേ പ്രതിയുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കുറ്റകരമായ നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനം റിക്കവർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, നമുക്കറിയാം ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു വീഴ്ച ഉണ്ടായത്. വാഹനാപകടം ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ്. കാരണം പൊതുനിരത്തിൽ ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാം. പക്ഷെ ഒരു അപകടം ഉണ്ടായാൽ അവിടെ വാഹനം നിർത്തി പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഈ വാഹനാപകടം സൃഷ്ടിച്ചവർക്കുണ്ട്. പക്ഷെ ഇവിടെ ജീവൻ്റെ വിലയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു അനാസ്ഥ ഉണ്ടായത്, വീഴ്ച ഉണ്ടായത്. മാത്രമല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായതായ ആരോപണമുണ്ട്. ഈ പ്രതിയെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം? ടോമ, ഈ കേസിൽ പോലീസ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നേരിടുകയാണ്. കാരണം ഫെബ്രുവരി 28 ഈ സംഭവം നടന്നത്. ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസമാണ് മരണപ്പെടുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഈ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ പോലും പിന്നീട് തുടർന്നുള്ള അന്വേഷണത്തിന് CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ വരുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. ഈ പെൺകുട്ടിക്ക് എത്ര കണ്ട് വേഗതയിൽ വന്ന വാഹനമാണ് ഇടിച്ചിട്ട് അത് നിർത്താതെ പോകുന്നതെന്നെല്ലാം തന്നെ മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു കുറ്റക്കാരനെ അതിൽ കണ്ടെത്തേണ്ടതുണ്ട്. അതൊന്നും ഉണ്ടായില്ല എന്നതാണ്. ഈ ദിവസങ്ങൾ അത്രയും പോലീസ് പരിശോധനയിലായിരുന്നു എന്നതാണ് പറയുന്നത്. ഇതിനൊപ്പം ഈ ഇപ്പോൾ ഒളിവിലുള്ള സിറിക് P. ജോർജ്, ഡോക്ടർ സിറിക് P. ജോർജ് എന്നൊരാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, അക്ഷയ്. ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി അയാൾ മൊഴി നൽകി മടങ്ങിയെന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും ഇയാളിലേക്ക് എത്താനായിട്ട്, ഈ വാഹനം ഓടിച്ചിരുന്ന സിറിക്കിലേക്ക് എത്താനായിട്ട് പോലീസിനെ കഴിഞ്ഞില്ല എന്നതാണ് പോലീസ് പറയുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായുള്ളത് ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു ലുക്കൗട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അത് ഇത്രയും വലിയ സമ്മർദ്ദങ്ങളിലേക്ക് വന്നു. ഈ പെൺകുട്ടി മരണപ്പെട്ടതിന് ശേഷമാണ് ഈ രീതിയിലേക്കുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നത്. അതോടൊപ്പം തന്നെയാണ് ആലുവ DYSPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഒപ്പം പരിശോധനകളെല്ലാം തന്നെ തുടരുന്നു എന്നതെല്ലാം തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത്രത്തോളം എത്തിയിട്ടും ഇയാളിലേക്ക് പോകാനായിട്ട് വീടും പരിസരവും അതെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ മറ്റ് വിവരങ്ങൾ, ഇയാളുടെ ഫോൺ ട്രേസ് ചെയ്യാൻ അടക്കമുള്ള കാര്യം, ഇതെല്ലാം പരിശോധനകൾ തുടരുന്നു എന്നല്ലാതെ മറ്റൊന്നിലേക്കും പോലീസിന് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നേരത്തെ അവർ വലിയ രീതിയിലാണ് അവരുടെ സുഹൃത്തുക്കളും എല്ലാം തന്നെ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം ഈ കോളേജിലെ ജസ്റ്റ് പഠിച്ചിരുന്ന കോളേജ് അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജാണ്. ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ ഒന്നടങ്കം അവിടേക്ക് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും നാം കാണേണ്ടി വന്നു. അപ്പോൾ ഈ രീതിയിലുള്ളൊരു പ്രതിഷേധം എല്ലാ ഭാഗത്തും തുടരുന്നു. വിവിധ യുവജന സംഘടനകൾ പ്രതിഷേധവുമായിട്ട് എത്തിയിട്ടുണ്ട്. പോലീസിന് ഈ ദിവസങ്ങളിൽ അത്രയും ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് പറയുന്നത്. എന്തുകൊണ്ടില്ല? ഇത്രയും ശക്തമായ രീതിയിൽ അന്വേഷണ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇയാൾ ഇവിടെ തന്നെയുണ്ടോ അതോ പുറത്ത് കടന്നത്? കുടുംബത്തിൽ ആ വീട് അടച്ചിട്ടിരിക്കുകയാണെന്നെല്ലാമാണ് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം എങ്ങോട്ട് പോയി? ഈ സംഭവം ഉണ്ടായ ഉടൻ ഇത് അന്വേഷിച്ച നടപടികൾ എടുക്കേണ്ടതാണ്. ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ മനുഷ്യജീവൻ രക്ഷിക്കേണ്ട
ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു വീഴ്ചയാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ ഈ അടുത്തിടെയായി മാധ്യമങ്ങളിൽ കാണുന്ന വിവിധ പത്രങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട് റോഡരികിൽ രക്ഷകരായി എത്തുന്ന ഡോക്ടർമാരെ കുറിച്ച് പലർക്കും ഈ ഒരു അപകടം സംഭവിക്കുമ്പോൾ അവിടേക്ക് ഓടിയെത്തിയവരെ കുറിച്ച് വഴിയാത്രക്കാരായി എത്തിയവരെ കുറിച്ച് അങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ട് തൻ്റെ വാഹനമിടിച്ച് വഴിയിലേക്ക് ആ തെറിച്ചു വീഴുന്ന വീഴ്ചയെല്ലാം നമ്മൾ കരൾ പൊള്ളിക്കുന്ന തരം ഒരു കാഴ്ചയാണ്. ആ ഒരു ജീവനാണ് ആ പിടിഞ്ഞു പോകുന്നത്. അപ്പോൾ പോലും അത് രക്ഷിക്കാൻ നിൽക്കാതെ സ്വന്തം രക്ഷ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് കടന്നു കളയുന്ന ഒരാൾ. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു നടപടി എടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഈ രംഗത്ത് ഉയരുന്നത്. ടോം, തീർച്ചയായും ഇന്നലെ യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന്, വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതിഷേധം ഉയർന്നിരുന്നു. നാട്ടുകാരും ഈ വിഷയത്തിൽ പോലീസ് ഇതുവരെയും പ്രതികളെ പിടികൂടാത്തിൽ പ്രതിഷേധത്തിലാണ്. എന്താണ് അവർ പറയുന്ന കാര്യം? പ്രതിഷേധം കാരണം ഇതുവരെയും ഇത്രയും ദിവസം കഴിഞ്ഞിട്ട്, ഈ അപകടമുണ്ടായ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാത്തത് ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ മറ്റോ അടിസ്ഥാനത്തിലാണോ? അത്തരമൊരു ആക്ഷേപം പോലീസിനെതിരെ ഉയരുന്നുണ്ടോ? പോലീസ് പ്രതികളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചു അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തില്ല ഈ ദിവസങ്ങളിൽ എന്നതാണ് പ്രധാനമായ ഒരു ആക്ഷേപം. അവർക്ക് സാവകാശമുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ അത്രയും തന്നെ ഇങ്ങനെയൊരു വലിയ അപകടം നടന്നിട്ട് ഈ രീതിയിൽ ഗുരുതരമായ രീതിയിൽ ഒരു പെൺകുട്ടിക്ക് പൊതുനിരത്തിൽ വെച്ച് അമിത വേഗതയിൽ വന്ന വാഹനം ഇടിച്ച് പരിക്കേൽക്കുമ്പോൾ അതിന് ഉത്തരവാദികളെ മാതൃകാപരമായിട്ട് തന്നെ പോലീസ് പിടികൂടി അത് ശിക്ഷ ഉറപ്പാക്കേണ്ടതിന് പകരം വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോയില്ല. അപ്പോൾ എന്തുകൊണ്ട് പോയില്ല എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം ഇത്ര കണ്ട ഗുരുതരമായൊരു അപകടം, അതിതീവ്രതയുണ്ടാക്കുന്ന ഒരു അപകടം, ഇത് സംഭവിച്ചിട്ട് അതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്താനായിട്ട് പോലീസ് ശ്രമിക്കുന്നില്ല. ഇതിനിടയിലാണ് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന അക്ഷയ് എന്ന് പറയുന്നൊരു യുവാവ് അയാളുടെ മൊഴി രേഖപ്പെടുത്തിയെന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനിടയിൽ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു കൃത്യം ചെയ്ത് വാഹനം ഓടിച്ച ആളിലേക്ക് എത്താത്തത്? അയാളുടെ മറ്റ് കുടുംബ സാഹചര്യങ്ങളിലടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്താത്തത്? ഇവരെ എവിടേക്കാണ്? വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു എന്നെല്ലാം തന്നെ പോലീസ് പറയുമ്പോൾ ഇത്രയും പേർ ഒരുമിച്ച് പോകണമെങ്കിൽ എന്തെല്ലാം തന്നെ ഇതിൻ്റെ സാഹചര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ, പരിശോധിക്കേണ്ടതല്ലേ പോലീസ്? അങ്ങനെയെങ്കിൽ അത് ഒരു നിരീക്ഷണത്തിലെല്ലാം തന്നെ വെക്കേണ്ടതല്ലേ തുടക്കം മുതൽ? ഇതൊന്നും ഉണ്ടാകുന്നില്ല. പോലീസിനെ ഇപ്പോൾ കേൾക്കുന്ന പഴിയൊന്നും ചുമ്മാതല്ല. കാരണം ഈ കാര്യങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ കൊണ്ട് തന്നെയാണ് ഈ സമരം ചെയ്യാൻ, ഈ പ്രതിയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കുടുംബം, ഇന്നലെ ആയിരുന്നു ആ കുട്ടിയുടെ സംസ്കാരമെല്ലാം നടക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ അവർക്ക് തൻ്റെ മകളെ ഈ രീതിയിൽ വാഹനമിടിച്ച് ഗുരുതരമായിട്ട് പരിക്കേൽപ്പിച്ച് കടന്നു കളഞ്ഞാൽ പിന്നീട് മരണപ്പെടുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ച അതിന് ഉത്തരവാദിയായ ഒരാളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂട്ടോ. അതിനെങ്കിലും പോലീസ് കൃത്യമായ രീതിയിൽ മറുപടി നൽകേണ്ടത് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം. ആ രീതിയിലേക്ക് അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇത്രയധികം ഒരു വീഴ്ച വരുത്തിയ അത് ഒരു സാധാരണക്കാരനല്ല, ഒരു ജീവൻ രക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളൊരു ഡോക്ടറാണ്. ഒരു മനുഷ്യ ജീവൻ തൻ്റെ പിഴവ് കാരണം, അല്ലെങ്കിൽ വെറും പിഴവെന്ന് അതിനെ പറയാൻ കഴിയില്ല, ഗുരുതരമായ വീഴ്ച കാരണം ഒരു ജീവൻ പൊലിഞ്ഞിട്ടും നിർത്താതെ പോകുന്നു. ഈ നിയമപരമായ നടപടി മാത്രം പോരാ, മെഡിക്കൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടിയാണ് ഈ ഡോക്ടർക്കെതിരെ സ്വീകരിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.